IPL-ൽ കൊൽക്കത്തയ്ക്കെതിരെ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ബോളിംഗ് തെരഞ്ഞെടുത്തു. മലയാളി താരം വിഘ്നേഷ് പുത്തൂരും ടീമിലുണ്ട്. വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യു ചേരുകയാണ്. എന്തായാലും മുംബൈക്ക് തുടക്കത്തിൽ ഒരു നേട്ടം എന്ന് തന്നെ പറയാം. കാരണം കൊൽക്കത്തയുടെ ആദ്യ വിക്കറ്റ് തന്നെ ആദ്യ ഓവറിൽ വീഴ്ത്താൻ മുംബൈക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ മനീഷ്, മുംബൈക്ക് ഒരു മികച്ച തുടക്കം എന്ന് തന്നെ പറയാം. ആദ്യ 2 വിക്കറ്റുകളും ഇപ്പോൾ വീണിരിക്കുന്നു. തീർച്ചയായും രുചീഷ്, കഴിഞ്ഞ മത്സരങ്ങളിൽ ഒന്നും തന്നെ പവർ പ്ലേയിൽ ഒരു വിക്കറ്റ് നേടാൻ മുംബൈയെ സംബന്ധിച്ചിടത്തോളം സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ബോൾട്ട് നയിക്കുന്ന ഒരു അക്രമ നിരയുണ്ടാവും. ബോളിംഗ് അക്രമം ഉണ്ടായിട്ട് പോലും പവർ പ്ലേയിൽ നിന്നൊരു വിക്കറ്റിലേക്ക് എത്താൻ മുംബൈക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇന്ന് ആദ്യ ഓവറുകളിൽ തന്നെ മുംബൈ വിക്കറ്റ് എടുത്ത് മത്സരത്തിൽ ഒരു ആധിപത്യം പുലർത്തിയിരിക്കുന്നത്. ആദ്യ 2 ഓവറുകളിൽ തന്നെ ബോൾട്ടും അതുപോലെ തന്നെ ദീപക് ചഹറും വിക്കറ്റുകൾ വീഴ്ത്തി മുംബൈക്ക് ഒരു മികച്ച തുടക്കമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, കഴിഞ്ഞ മത്സരത്തിൽ ഇടം നേടാതിരുന്ന മലയാളി താരം വിഘ്നേഷ് പുത്തൂറും ഇക്കുറി ടീമിലുണ്ട് എന്നുള്ളതാണ്. വാങ്കഡേയിലെ സ്റ്റേഡിയത്തിൽ സാഗ്നറിനൊപ്പം തന്നെയാണ് ഒരു സ്പിൻ ഓപ്ഷൻ എന്ന നിലയ്ക്ക് വിഘ്നേഷ് പുത്തൂറിനെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല മുംബൈക്ക് വേണ്ടി ഇക്കുറി മുൻ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന രോഹിത് ശർമ്മ ഇൻബാക്ട് പ്ലെയറായിട്ടായിരിക്കും ഇറങ്ങുക. എന്തായാലും കഴിഞ്ഞ 2 മത്സരങ്ങളിൽ പരാജയം അറിഞ്ഞ മുംബൈക്ക് ഇക്കുറി വിജയിച്ചേ മതിയാവും. മികച്ചൊരു തുടക്കമാണ് മുംബൈക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. രുചീഷ്, ശരി മനീഷ്, എന്തായാലും വാങ്കഡയിൽ മികച്ച തുടക്കം തന്നെ മുംബൈക്ക് ലഭിച്ചിരിക്കുന്നു. കൊൽക്കത്തയുടെ ഓപ്പണർമാരെ ആദ്യ 2-ാം ഓവറിൽ തന്നെ മുംബൈക്ക് പുറത്താക്കാൻ സാധിച്ചിരിക്കുന്നു.